ഹലോ വ്യൂവേഴ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോയാ ചങ്ക് വെച്ചുകൊണ്ട് ഒരു കട്ട്ലേറ്റാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. കുറച്ച് ഇത് എരിവ് കുറവായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊള്ളുക കേട്ടോ. ഞാനത് 2 കപ്പ് സോയയാണ് എടുത്തിരിക്കുന്നത്. അത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ നിന്ന് തിളപ്പിച്ചിട്ട് ഞാനത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2ാമത്തെ കപ്പാണ് ഇത് ഇടുന്നത്. അതൊന്ന് തിളയ്ക്കാനായിട്ട് നന്നായിട്ട് തിളയ്ക്കും. അത് തിളച്ചിട്ട് അത് നമുക്ക് എടുക്കാം കേട്ടോ. അത് നന്നായി തിളച്ചു. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ പൈപ്പിൽ വെച്ച് 2 പ്രാവശ്യം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകണം കേട്ടോ. കഴുകി കഴിഞ്ഞ ശേഷം ഞാനത് ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്ട്രെയിൻ ചെയ്ത് ആ വെള്ളമെല്ലാം കളഞ്ഞ് നല്ലോണം അരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്ത് കുറച്ച് സമയം ആ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞ ശേഷം നല്ലോണം ആ വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞെടുക്കണം. ആ വെള്ളം അതിലൊട്ടും ഉണ്ടാവാൻ പാടില്ല. ആ സോയയിൽ അത് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാനത് മാറ്റുകയാണ്. വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത്. അതിനാണ് ഞാൻ മുഴുവൻ പിഴിഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ മിക്സിയിലിട്ട് ഒരു പൾസ് മോഡിൽ ഒരു 2 പ്രാവശ്യം ഒന്ന് ഇങ്ങോട്ട് തിരിച്ചാൽ മതിയിട്ട്. പൾസ് മോഡിൽ അത് കൂടുതൽ നമ്മൾ അരയ്ക്കരുത്. അത് ഇട്ടാൽ തന്നെ നന്നായിട്ട് വേഗം അരഞ്ഞു വരും പൾസ് മോഡിലെടുത്താൽ. പിന്നെ അത് നമുക്ക് നന്നായിട്ട് അരഞ്ഞു വന്നു. ഇത് അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, സാധാരണ ഓയിലാട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. സാധാരണ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞ ശേഷം അതിലേക്ക് ഞാൻ ഒരു വലിയ 2 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വലിയ സവാള അതെടുത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ മീഡിയം ഫ്ലെയിമും ലോ ഫ്ലെയിമിലും ഇട്ടിട്ടാണ് സവാളയൊക്കെ വറുത്തെടുക്കുന്നത് നല്ലോണം. അത് കഴിഞ്ഞ ശേഷം ഒരു 2 പച്ചമുളക്, ഇത് ഇച്ചിരി ഒരു വലിയ പച്ചമുളക് കേട്ടോ, എരിവൊന്നുമില്ല അധികം. 2 എണ്ണം ഞാനത് ഇട്ടിട്ടുണ്ട്. 2 പച്ചമുളക് ഇത് ചെറുതായിട്ട് അരിഞ്ഞ് അതും അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കണം കേട്ടോ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഞാൻ ഈ വെളുത്തുള്ളി ഇല്ലേ അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ടീസ്പൂൺ. പിന്നെ ഇത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ. അതും കൂടി ഇട്ട് കഴിഞ്ഞ ശേഷം ഈ ഫെനൽ സീഡില്ലേ പെരിഞ്ചീരകം അത് 1 സ്പൂൺ അത് ഇട്ട് നന്നായിട്ട് ഈ സവാളയോടുകൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് സവാള ഒന്ന് വഴണ്ടി വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ്, അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടോളൂ കേട്ടോ. ഉപ്പ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് തികയത്തില്ല, എന്നാലും പിന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഒരു ചെറിയ 2 തണ്ട് കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ അതിലേക്ക് ഇടുകയാണ്. നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. എല്ലാം ചേർത്തി സവാള നല്ലോണം വാടി വരും. അതേ അത്രയ്ക്കോളം നമ്മൾ അത് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി മഞ്ഞൾ പൊടിയാണ് ഒരു 1/2 ടീസ്പൂണും, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂണ്, പിന്നെ കുറച്ച് ഗരം മസാല 1 ടീസ്പൂണ്, ഒരു ടീസ്പൂണ് മുളക് പൊടി, സാധാരണ മുളക് പൊടി കേട്ടോ, കുറച്ച് എരിവിന് വേണ്ടിയിട്ടിട്ടതാണ്. സവാള കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് ഇച്ചിരി ഒരു എരിവ് വേണം, അതിന് വേണ്ടിയിട്ടാണ് സാധാരണ മുളക് പൊടി ഞാൻ ഇട്ടത്. എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് വൈകുന്നേരം നമുക്ക് പിള്ളേർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാം.
നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കഴിക്കാം കേട്ടോ ഇത്. പിന്നെ ഞാൻ ആ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരുന്ന സോയ ചങ്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഞാനത് വഴറ്റിയെടുക്കുകയാണ്. സവാളയും സോയയും എല്ലാം ചേർത്ത് നന്നായി വഴറ്റി, കുറച്ച് നേരം സമയമെടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയെടുത്തു. കളർ തന്നെ കണ്ടില്ല, മാറി. നല്ലോണം കുറച്ച് നേരം ഇട്ട് വഴറ്റണം നല്ലോണം. ഞാൻ സ്റ്റൗവിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു. എന്നിട്ട് ഞാനിത് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചട്ടിയിലിരുന്ന ചൂട് മാറാൻ വേണ്ടിയിട്ട്, ഒന്ന് ആറി കിട്ടാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി. കുറച്ച് നേരം ആവും കേട്ടോ, അതൊന്ന് ആറി വരാനായിട്ട്. നല്ല ചൂടുണ്ട്. പിന്നെ ഞാനെന്ത് ചെയ്തു, ഒരു നല്ല വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് ഒരു കുക്കറിലിട്ട് നല്ലോണം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഉരുളക്കിഴങ്ങ്. അത് നല്ലോണം പൊടിച്ചെടുക്കണം. പൊടിച്ചെന്ന് വെച്ചാൽ നല്ലോണം ഉടച്ചെടുക്കണം, സ്മാഷ് ചെയ്തെടുക്കണം നല്ലോണം. ഞാനില്ല, നല്ല ഉരുളക്കിഴങ്ങ് നല്ലോണം സ്മാഷ് ചെയ്തെടുത്തു ഞാൻ. എന്നിട്ട് ഇതിൻ്റെ ചൂട് കുറച്ച് ആറിയിട്ടോ, ശകലം ആറിയപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ആ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്യുവാണ്. പിന്നെ കുറച്ച് മല്ലിയില അതും കൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഇനി നമ്മൾ കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണം. ഇച്ചിരി ചൂടുണ്ട്, കുഴയ്ക്കാൻ പറ്റും. ആ ചൂടോടുകൂടി കുഴയ്ക്കാൻ പറ്റുന്നൊരു കുഴയ്ക്കുക കേട്ടോ. കുറച്ച് ചൂട് ഞാനിതിൽ ശകലം ഉപ്പിടുക കേട്ടോ. അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് കിട്ടുമല്ലോ, ഉരുളക്കിഴങ്ങ് ഉപ്പിടാതെ ഞാൻ വേവിച്ചത്, അതുകൊണ്ടാണ് ശകലം ഉപ്പ് ചേർത്തത്. പിന്നെ ആ ചൂടോടുകൂടി, ചെറിയ ചൂടുണ്ട്, ആ ചൂടോടുകൂടി തന്നെ ഞാൻ നല്ലോണം കുഴച്ചെടുക്കുകയാണ്. പിന്നെ ആ ചെറിയ ചൂടോടുകൂടി തന്നെ കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് അത് ഉരുട്ടി നോക്കുകയാണ് കറക്റ്റ് പരുവായോ എന്ന്. നന്നായിട്ട് ഉരുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കേട്ടോ നമ്മൾ ചേർക്കുന്നത്. ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്, കുറച്ച് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന റസ്ക് പൊടിയാണ്, അതിലൊരു 2 ടീസ്പൂൺ അതിൻ്റെ അകത്തോട്ട് ഇട്ടു. ബ്രെഡ് ഗ്രാംസ് കേട്ടോ. അത് ഞാൻ ബ്രെഡ് മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ച് നമ്മുടെ പാനിലിട്ട് നല്ലോണം വറുത്ത് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ബ്രെഡ് ഗ്രാംസ് അതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത ശേഷം നല്ലോണം എല്ലാം കൂടി നല്ലോണം കുഴച്ചെടുക്കുകയാണ്. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് വരത്തക്ക വിധത്തിൽ നല്ലോണം കുഴച്ചെടുക്കുക. ഞാനൊരു ശകലം ഒരു 10 മിനിറ്റ് മൂടി വെച്ചു കേട്ടോ. മൂടി വെച്ച ശേഷം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാനത് തുറന്ന് നല്ലോണം അതിൻ്റെ എടുത്തിട്ട് പിന്നെ ഒരു മുട്ട ഞാനത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ആ മുട്ടയുടെ അകത്തേക്ക് ഞാൻ ഇച്ചിരി ശകലം പെപ്പറും ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് ആ മുട്ട നല്ലോണം അടിച്ചെടുക്കുകയാണ്. സോയ ആയതുകൊണ്ടാണ് ഞാനങ്ങനെ ഇട്ടത്. കുറച്ച് നമുക്ക് ടേസ്റ്റ് നല്ലോണം കൂട്ടി കൊടുക്കും ഈ മുട്ടയുടെ എടുത്ത് പെപ്പറും ഉപ്പും കൂടി ഇട്ടാൽ. പിന്നെ നമ്മളതിൻ്റെ ബ്രെഡ് ഗ്രാംസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബാറ്റർ നമ്മളൊരു ഷേപ്പാക്കി എടുക്കുക. നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു ഷേപ്പ് അതാക്കി എടുത്തു കഴിഞ്ഞ ശേഷം മുട്ടയിൽ മുക്കിയെടുക്കണം കേട്ടോ. മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളത് ബ്രെഡ് ഗ്രാംസിലേക്ക് ഇട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ നല്ലോണം. ഇങ്ങനെ തന്നെ നമ്മളെല്ലാം ചെയ്തെടുക്കണേ. ഞാൻ വലിയ ഷേപ്പിലല്ല, ചെറുതാക്കിയാട്ടോ ഞാൻ എടുത്തത്. ഇത് നമ്മുടെ ആവശ്യാനുസരണമുള്ള ഷേപ്പ് സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, തീരെ വലുതാക്കിയിട്ടില്ല. ബ്രെഡ് ഗ്രാമിൽ നല്ലോണം കോട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ നമുക്കെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഞാനിതെല്ലാം കോട്ട് ചെയ്തെടുത്ത് വെച്ചു. ഇനി ഞാനതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ശകലം
ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം ആയിട്ട് സെമി ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഷാലോ ഫ്രൈ ഫുൾ എണ്ണയിലിട്ട് ഞാൻ എടുക്കുന്നില്ല. ഷാലോ ഫ്രൈ ആയിട്ടാണ് ഞാനത് എടുക്കുന്നത്. അത് ഞാൻ സിമ്മിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. സ്റ്റൗവ് കുറേശ്ശെയായിട്ട് ഒരു വശം തിരിച്ച് പിന്നെ രണ്ടാമതും തിരിച്ച് ഒരു 2-3 പ്രാവശ്യം തിരിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാനിത് വറുത്തെടുത്തിരിക്കുന്നത്. എണ്ണയിലിട്ട് ഉള്ളൊക്കെ നല്ലോണം വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം സമയമെടുത്ത് ഞാനത് വേവിക്കുന്നത്. അത് മൂടി വെക്കണ്ട കേട്ടോ. മൂടി വെച്ചാൽ അതിൻ്റെ അകത്ത് ആവി വെള്ളം അതിൻ്റെ അകത്ത് ഇറങ്ങും. അതാണ് മൂടി വെക്കണ്ട. ഇത് തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. പിള്ളേർ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം നിങ്ങൾക്കിത് കൊടുക്കാം. ഒരു ഫംഗ്ഷൻ വെക്കുകയാണ്, ഫംഗ്ഷൻ നമുക്ക് വെക്കാം, കൊടുക്കുകയും ചെയ്യാം. സോയ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ചാനൽ